സക്കാത്തിന്റെ മുതല് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് രാത്രിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് ഒരു പാവപ്പെട്ട വ്യക്തി അവിടെ വന്ന് മോഷണ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ കൈയോടെ പിടികൂടി. അയാൾ പറയാണ്, എൻ്റെ കുടുംബം പട്ടിണിയിലാണ്, ഒന്നുമില്ല അവർക്ക്, ഞാൻ എന്തെങ്കിലും കൊണ്ടോട്ടെ. തൽക്കാലം അയാളെ വെറുതെ വിടുന്നു. രണ്ടാം ദിവസം രാത്രിയിലും ഇതേ സംഭവം ആവർത്തിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അയാള് ശരിയല്ല ആള് എന്നൊക്കെ തന്നെയാണ്. മൂന്നാം രാത്രിയിലും ഇതേ കാര്യം ആവർത്തിക്കുമ്പോൾ സ്വഹാബി വര്യൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, ഇന്ന് എന്തായിരുന്നാലും പ്രവാചകന്റെ മുന്നിൽ നിങ്ങളെ ഹാജരാക്കും, നിങ്ങൾ മോഷണം തുടരുകയാണ്. ആ സമയത്ത് ആ വ്യക്തി പറയാണ്, നിങ്ങൾ എന്നെ വെറുതെ വിടണം, ഞാൻ നിങ്ങൾക്കൊരു അറിവ് പകർന്നു തരാം, ഒരു ഇൽമ് പകർന്നു തരാം. ആട്ടെ, എന്താണത്? അദ്ദേഹം പറയാണ്, നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക, എന്നാൽ അള്ളാഹുവിന്റെ ഒരു മലക്ക് നിങ്ങളെ സംരക്ഷണത്തിന് കൂടെയുണ്ടാകും. അപ്പോൾ അത് കേട്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വെറുതെ വിട്ടു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് രാവിലെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അയാൾ പറഞ്ഞത് ശരി തന്നെയാണ്, നല്ല അറിവാണ്, പക്ഷെ നിങ്ങൾക്കറിയോ അദ്ദേഹം ആരാണ് എന്ന്? അദ്ദേഹം പിശാചാണ്, ഇബ്ലീസാണ്. ഒരു ആയത്തുൽ കുർസിയുടെ മഹത്വം ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ഐറണിക്കലായ ഹദീസാണ്. പിശാച് തന്നെ പറയുക പിശാചിന്റെ ഷെറുകളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് എങ്ങനെ തടയാം എന്ന്. മറ്റൊരു കാര്യം, അറിവ് അത് ആരിൽ നിന്നാണെങ്കിലും സ്വീകരിക്കാമെന്ന പാഠം. അങ്ങനെ നിരവധി പാഠങ്ങളുള്ള ഒരു ഹദീസാണിത്.